ഗൈസ് നമ്മളിതാ ATV ടൂറിന് പോവാണ്. ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസ് ആണിത്. ഈശ്വര ഒരാപത്തും വരുത്തല്ലേ. റെഡി? ഭയങ്കര വലിയ കപ്പായി. Are you ready for the ride? ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളിപ്പോഴും കപ്പഡോക്കിയയിൽ തന്നെയാണുള്ളത്. ഇവിടുത്തെ ഒരു മസ്റ്റ് ഡു ആക്ടിവിറ്റി ആയിട്ടുള്ള ATV ടൂർ ചെയ്യാൻ വേണ്ടി പോവാണ് ഞങ്ങൾ. അപ്പം അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇന്നത്തെ വ്ളോഗിൽ കാണിക്കാനായിട്ട് വന്നത്. അപ്പോൾ എല്ലാവർക്കും വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആൻഡ് എൻജോയ് ദിസ് വ്ളോഗ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കപ്പഡോക്കിയയിൽ റെഡ് ടൂർസും പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ ടൂറും ഒക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഇവിടുത്തെ സ്ഥലങ്ങൾ കവർ ചെയ്യുന്നത് കേട്ടോ. ഉത്സർ കാസ്റ്റൽ, പിന്നെ ജെറോം അല്ല ഗൊരമെ ഓപ്പൺ എയർ മ്യൂസിയം, പിന്നെ അതുപോലെ ഈ ATV ടൂറ്, ഇതെല്ലാം നമ്മുടെ ഈ റെഡ് ടൂറിൽ വരുന്നതാണ്. പിന്നെ ഗ്രീൻ ഏരിയ എന്ന് പറയുമ്പം കുറച്ച് മാറിയിട്ടുള്ളതാണ്. അതായത് ഇൽഹര വാലി, പിന്നെ അതുപോലെ സൊഗാൻലി വാലി, പിന്നെ ചാറ്റ് വാലി, അങ്ങനെ കുറേ സ്ഥലങ്ങളാണ് നമ്മുടെ. പിന്നെ അണ്ടർഗ്രൗണ്ട്, നമ്മുടെ കപ്പഡോക്കിയയിലെ അണ്ടർഗ്രൗണ്ട് സിറ്റി ടൂറ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പം ഞങ്ങൾക്ക് അത് വലിയ ഗ്രീൻ ടൂർ വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ റെഡ് ഏരിയയിലാണ് കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ടൂർ പാക്കേജ് ഒന്നും എടുത്തില്ല, കാരണം ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് തന്നെ കുറച്ച് അടുക്കലാണ് ഈ റെഡ് ടൂറിലുള്ള ഏരിയാസൊക്കെ. അപ്പം ഞങ്ങൾ അല്ലാതെ തന്നെ കവർ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഈ ATV ടൂർ മാത്രം ഞങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എടുത്തു. അപ്പം അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ATV ടൂറിൽ നമ്മുടെ പല പല വാലീസ് ഉണ്ട്. നമ്മുടെ റെഡ് വാലി, റോസ് വാലി, ലവ് വാലി എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സൺസെറ്റ് വാലീസ് ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇവർ ഈ ATVയിൽ കൊണ്ടുപോകും. അവിടെയൊന്നും നമുക്ക് ഹൈക്കിങ് ചെയ്യാം, ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം, പക്ഷെ ഭയങ്കര ദൂരമാണ്. അപ്പോൾ ഒന്നെങ്കിൽ ATV അല്ലെങ്കിൽ നമ്മുടെ ഹോഴ്സ് റൈഡിങ് ആണ് അവിടെ ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ATV ചൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആൾ നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് വെളിയിൽ വന്നിട്ടുണ്ടാവും. 5 മണിക്ക് വരും എന്നാണ് പറഞ്ഞത്. അപ്പം ഈ എല്ലാ ടൂറിലും ഹോട്ടൽ പിക്കിങ്ങും അതുപോലെ ഹോട്ടൽ ഡ്രോപ്പും എല്ലാം ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പം എന്തായാലും പുള്ളിക്കാരൻ വരാനായി. അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് വന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. തരാം. അപ്പം നമ്മുടെ വണ്ടി നമ്മളെ പിക്ക് ചെയ്തിട്ട് നമ്മളിനി ATV ടൂറിന് വേണ്ടിയിട്ട് പോവാണ്. വെറുതെ കുറേ ആൾക്കാരെ ഇങ്ങനെ പിക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹോട്ട് എയർ ബലൂൺ റൈഡ് ചെയ്തില്ലേ, അതുപോലെ തന്നെ പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ റൈഡ് ചെയ്യാൻ പോവാണ്. ആർ യു റെഡി ഫോർ ദി റൈഡ്? അപ്പോൾ ഓക്കെ. റെഡി? അപ്പം ഗൈസ് നമ്മളിതാ ATV ടൂറിന് പോവാണ്. ഇഷാഖാണിതാ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത്. ബേസിക്കലി നമുക്ക് പല പല വാലീസിൽ നമുക്ക് പോവാൻ ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമുക്ക് എത്തിപ്പെടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സംഭവം ചെയ്യുന്നത്. ഓരോരുത്തർ പോകുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് നമ്മൾ പോകാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയിട്ട് വന്നിട്ട് നമുക്ക് നോക്കാം. പൊടിയൊക്കെ കാണും, അപ്പോൾ അതുകൊണ്ട് നമ്മൾ സൺഗ്ലാസ് ഒക്കെ വെച്ചേക്കണം. അപ്പം ഇഷാഖ് റെഡി അല്ലേ? പറപ്പിക്കാം. വളരെ സിമ്പിളാണ്. 2 ബ്രേക്ക്, ഇത് ബാക്ക്, ഇത് ഫ്രണ്ട്, ഇത് ആക്സിലറേറ്റർ, അത്രേ ഉള്ളൂ. ഫുൾ ഓട്ടോമാറ്റിക്. ഓ, എല്ലാം അറിയാം. അപ്പം ടോപ്പായി ഇനി അവനെ വിളിക്കണം. ഓക്കെ. ATV ride is the fastest and most practical way of traveling in the valleys of Cappadocia. നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ ഒരു ടീം ഓഫ് പ്രൊഫഷണൽ ATV ഇൻസ്ട്രക്ടേഴ്സ് നമ്മളെ വെൽക്കം ചെയ്യും. ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു റൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രയർ എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ് ഒന്നും നമ്മൾ ഇവരെ കാണിക്കേണ്ടതായിട്ടില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തുമ്പോൾ തന്നെ ഇൻസ്ട്രക്ടേഴ്സ് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് പറഞ്ഞു തരും. ഇതൊരു 4-വീലർ വണ്ടി ആയതുകൊണ്ട് തന്നെ സേഫ്റ്റിയുടെ കാര്യത്തിലും പേടിക്കേണ്ടതായിട്ടില്ല. ഇവർ ഇതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടതെന്നൊക്കെ നമുക്കവർ വ്യക്തമായിട്ട് പറഞ്ഞു തരും. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വാലീസിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഈ ബൈക്ക് ലൈസൻസ്ഡ് ആണോ എന്നുള്ള ചെക്കിങ്ങും ഉണ്ടാവും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്.
അങ്ങനെ വിശാഖ് സക്സസ്ഫുള്ളി ഫസ്റ്റ് വാലി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. അപ്പോൾ നമ്മൾ ലവ് വാലിയിൽ വന്നിരിക്കുകയാണ്. ഇവിടെ കുറേ ഫോട്ടോ സ്പോട്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ വന്നിട്ട് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സംഭവമാണ്. അപ്പോൾ അവിടെ വന്നിരിക്കുകയാണ് ഫസ്റ്റ്. എന്നിട്ട് ഇനി അടുത്ത 2 വാലീസും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ കുറച്ച് എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്തെടുക്കാം. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ കുറേ ഫോട്ടോ സ്പോട്സ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ഈ വാലീസ് ഇവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ ഇവിടെ ഇങ്ങനെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഒരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. ഫോട്ടോ എടുക്കാനൊക്കെ അടിപൊളിയാണ്. റീൽസ് എടുക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഇൻസ്റ്റഗ്രാമബിൾ പ്ലേസ് ആണിത്. അപ്പം ഈ ഒരു ATV ടൂറ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ വാലീസിൽ അവർ കൊണ്ടുപോകും. എന്നിട്ട് ഇതൊക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാനായിട്ട് പറ്റും. ഒറ്റയടിക്ക് ഒരു 1 ഹവറിൽ നമുക്ക് 3-4 വാലീസ് കവർ ചെയ്യാനായിട്ട് പറ്റും. അപ്പം ഞങ്ങളിവിടെ ബാക്കി കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ച് അടുത്ത ടൂറിലേക്ക് പോവാണ് കേട്ടോ. ടാറ്റ. സോ നമ്മൾ ടർക്കിഷ് കോഫി കുടിക്കാൻ പോവാണ്. 100 ലിറയായി ഈ ഒരു ചെറിയൊരു ബോട്ടിലിന്, ചെറിയൊരു കപ്പിന് 100 ലിറയാണ്. അപ്പോൾ ഇവിടെ ഒന്നും വന്നിട്ട് കാപ്പിയൊന്നും കുടിക്കാതിരിക്കുന്നതാണ് നല്ലത്. എന്തെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഭയങ്കര വലിയ കപ്പായിപ്പോയി. എക്സ്പ്രഷൻ പറ. എങ്ങനെയുണ്ടാ? ഞാൻ കടുപ്പൊന്ന് കാണട്ടെ. ഒരാഴ്ചത്തേക്ക് കാപ്പി കുടിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് വരുന്നുണ്ട്. വലിയ കുഴപ്പമില്ല. ആദ്യം വന്നപ്പോൾ ഇച്ചിരി കയ്പ്പായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ ആണോ? കയ്യിലൊക്കെ കൊണ്ടിട്ട് എൻ്റെ മുഖം കണ്ടോടാ. നമുക്കൊരു ഫോട്ടോ ഫ്രെയിം കിട്ടിയിട്ടുണ്ട്. ഫോട്ടോ ഒന്നും ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നുമുള്ള ഫോട്ടോ അല്ല, പക്ഷെ ഒരു മെമ്മറി ആയിട്ട് കീപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഇതിങ്ങ് എടുത്തു. ഇത് എത്രയായിരുന്നു? 200 ലിറ അല്ലേ? 200 ലിറയാണ്. കൂടുതലൊക്കെ തന്നെയാണ്. പക്ഷേ അയാൾ എക്സ്ട്രാ ഒരു ഫോട്ടോയും കൂടെ തന്നു നമുക്ക്. ഞാൻ ചോദിച്ചു 150ക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ എക്സ്ട്രാ ഒരു ഫോട്ടോയും കൂടെ തന്നു. അപ്പോൾ ഇതാണ് ആ ഫോട്ടോ. കാണിച്ച് നല്ല ക്യൂട്ടായിട്ടില്ലേ? കണ്ടോ? അപ്പോൾ ഇതാണ് മറ്റേ ഫോട്ടോ. അത് കൊള്ളാം. ഒരു മെമ്മറി ആയിട്ട് വെക്കാനാണ് കേട്ടോ. അല്ലാതെ ഭയങ്കര വലിയ ഫോട്ടോഗ്രാഫിക് അങ്ങനത്തെ ഒന്നുമല്ല. ഒരു മെമ്മറി ആയിട്ട് വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ ലവ് വാലിയോട് വിട പറഞ്ഞിട്ട് നമ്മുടെ റൈഡിൻ്റെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവാണ്. ഒരു ATV ബൈക്കിൽ 2 ആൾക്കാർക്കാണ് കയറാൻ പറ്റുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് 2 ലോക്കൽ ഗൈഡ്സും കാണും. നമ്മളെ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാലൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്കൽ ഗൈഡ്സും കാണും. ഇത് കൂടുതലും സൺസെറ്റിലും സൺറൈസിലുമാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ സൺറൈസിൽ ഹോട്ട് എയർ ബലൂൺ റൈഡ് ചെയ്തതുകൊണ്ട് തന്നെ സൺസെറ്റിൻ്റെ ATV ടൂറായിരുന്നു ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ടൂർ ഓപ്പറേറ്റർ ഏജൻസിയെ ഡിപ്പെൻഡ് ചെയ്തിട്ട് 1 അവറോ 2 അവറോ ആയിരിക്കും ഈ ഒരു ടോട്ടൽ റൈഡ് വരുന്നത്. ഞങ്ങൾ 1 അവറിൻ്റെ സെഷനായിരുന്നു ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ അടുത്ത നമ്മുടെ സ്വാഡ് വാലിയിൽ എത്തിയിരിക്കുകയാണ്. അത്യാവശ്യം സമയമൊക്കെ കിട്ടും കേട്ടോ. നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് അത്യാവശ്യം സമയമൊക്കെ കിട്ടും. അങ്ങനെ നമ്മൾ സ്വാഡ് വാലിയും എക്സ്പ്ലോർ ചെയ്തിട്ട് നമ്മൾ അടുത്ത നമ്മുടെ സൺസെറ്റ് വാലിയിലേക്ക്, നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനിലേക്ക് നമ്മൾ പോവാണ്. പിന്നെ 30 യൂറോസ് ആണ് 2 പേർക്ക് കൂടെ ഇതിന്റെ ടോട്ടൽ കോസ്റ്റ് വരുന്നത്. നമ്മുടെ ATV ടൂറിന്റെ ഫൈനൽ ഡെസ്റ്റിനേഷൻ ആണ്. മുമ്പത്തെ ഡെസ്റ്റിനേഷനിൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 10 മിനിറ്റ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ സൺസെറ്റ് പോയിന്റ്. നമ്മുടെ റെഡ് വാലി എന്ന് പറയും. തൊട്ടപ്പുറത്ത് റോസ് വാലി ആണുള്ളത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ വിശാൽ? അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പം ഭയങ്കര പൊടിയായിരുന്നു. നമ്മൾ മാസ്ക് എടുക്കാൻ മറന്നുപോയി അല്ലേ? മാസ്ക് എടുക്കാനും ഫുള്ള് കവർ ചെയ്തിട്ട് വേണമായിരുന്നു വരാൻ. നമ്മൾ മാസ്ക് എടുക്കാനും മറന്നുപോയി. ആ പോട്ടെ, സാരമില്ല. എന്നാൽ നമ്മളിവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തിട്ട് നമ്മളിനി അടുത്ത യെസ്
നമ്മുടെ ഈ ATV ടൂർ ഇവിടെ അവസാനിക്കുകയാണ്. നമ്മുടെ ഒരു അടിപൊളി സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് നമ്മൾ ഈ ഒരു ടൂർ നമ്മൾ എൻഡ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ആനിവേഴ്സറി ഈ വർഷം ഭയങ്കര പൊളിയായിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഒത്തിരി പുതിയ കാര്യങ്ങൾ ചെയ്തു. ഈ ഒരു സംഭവം പുതിയതാണ്. പിന്നെ നമ്മുടെ ഹോട്ട് എയർ ബലൂൺ ഇതെല്ലാം കിട്ടുന്ന എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി എടുക്കുകയാണ്. ബൈ ബൈ.